ചാമക്കാല സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ഒരു കമ്മിറ്റി UAE-യിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 7 വർഷം തികഞ്ഞു. അവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരയച്ച ഒരു ആശംസാ സന്ദേശമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. ചാമക്കല സെൻറ്റർ ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദുബായ് കമ്മിറ്റി IRS-ന്റെ ആശംസാ പ്രസംഗമാണ് ഞാനിവിടെ വായിക്കുന്നത്. അതിന് മുന്നായി 10 വർഷങ്ങൾക്ക് മുമ്പ് IRS-ന്റെ രൂപീകരണ വേളയിൽ ഈ സംഘടനയുടെ ഭരണഘടനാ ശില്പിയും ഞങ്ങളുടെ രക്ഷാധികാരിയുമായിരുന്ന മർഹൂം KM അബ്ദുൾ റസാഖ് സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ കബറിടത്തെ സർവശക്തനായ അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ. അതിനായി ഈ അവസരം വിനിയോഗിക്കുന്നു. അതിനുശേഷം ഈ വേദിയെ ധന്യമാക്കുന്ന മഹനീയ സാന്നിധ്യങ്ങൾ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഞങ്ങൾ മരുഭൂമിയിൽ നിന്നും നേരുന്നു 1000 ആശംസകൾ. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്ന ബഹുമാന്യനായ മന്ത്രി KP രാജേന്ദ്രൻ അവറുകൾക്ക് ഞങ്ങൾ ആശംസകൾ നേരുന്നു. അദ്ദേഹം എത്തിച്ചേരില്ല എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. അതിനു പകരം ബഹുമാന്യനായ കുറ്റിപ്പുറം MLA KT ജലീൽ സാഹിബ് അവറുകളായിരിക്കും നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയപ്പെട്ട കേരളത്തിന്റെ പ്രസംഗവേദികളെ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന അദ്ദേഹത്തെ ഏത് വാക്കുകൾ കൊണ്ട് ഉപമിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഈ മരുഭൂമിയുടെ മണലാരണ്യത്തിൽ നിന്നും ഞങ്ങൾ നേരുന്നു 1000 ആശംസകൾ. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കെല്ലാം തന്നെ ഞങ്ങൾ ആശംസകൾ നേരുന്നു. ഈ സംഘടനയുടെ രൂപീകരണ വേളയിൽ ഞങ്ങൾ ആരും തന്നെ പ്രവാസികളായിരുന്നില്ല. ഈ സംഘടനയെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെയധികം ത്യാഗം സഹിച്ചവരാണ് ഞങ്ങൾ. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും അത് കാണുവാനുമുള്ള അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല. എങ്കിലും ഈ മരുഭൂമിയിൽ നിന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കായി. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഉപ്പ ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എന്നിവർക്കെല്ലാം ഒരുപാട് ആശംസകൾ നേരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം ഞങ്ങൾ IRS-ന്റെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു. ഈ സംഘടനയിലേക്ക് സഹായം ചോദിച്ചു വരുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ നാട്ടിലെ പ്രവർത്തകർ ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ഉടനടി അതിനുള്ള പ്രതിവിധി കാണുകയും ചെയ്യാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കണം. അതിനായി നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം. പല സംഘടനകളും നമ്മുടെ നാട്ടിൽ വന്നെങ്കിലും അതെല്ലാം കാലാവധിക്ക് ഉള്ളിൽ തന്നെ മറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒത്തൊരുമയാണ്, തൻ്റെ ഇടമാണ്, കഴിവാണ് അതിനപ്പുറം നിങ്ങളുടെ പ്രാർത്ഥനയും. നമ്മൾ ജനിച്ചു വളർന്ന നാട്, നമ്മെ ആദ്യമായി അലിഫ് പഠിപ്പിച്ച മദ്രസ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ, നമ്മുടെ പള്ളി, ഇതെല്ലാം നല്ല നിലയിൽ നടന്നു പോകുന്നു. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചു കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനായി സർവശക്തൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ ദുബായ് കമ്മിറ്റിയുടെ ചുക്കാൻ പിടിക്കുന്ന രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ മായിൻകുട്ടി ഹാജിയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സുധീറും സെക്രട്ടറി ആഫിഖ് അലിയും അതിനോടൊപ്പം അൻവർ, ഷഹീൻ, ഗഫൂർ, മുജീബ്, ഷാഫി, സലീം, മറ്റു വിനീതനായ ഞാനും, ഇനിയും പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, പ്രവർത്തകരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് ഒരു വേദിയിൽ നമുക്ക് ഒന്നിക്കാം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലെ IRS-ന്റെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളും അതോടൊപ്പം നന്ദിയും അറിയിക്കുന്നു. പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് IRS ദുബായ്